കേരളത്തിൽ നിന്നുള്ള ഒരു പ്രശസ്തമായ ഒരു യൂട്യൂബർ ഇവിടെ താമസമുണ്ട്. പുള്ളിയെ ഒന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. പുള്ളിയായിട്ടൊന്നൊരു ഇൻ്റർവ്യൂ എടുക്കാനുണ്ട്. തമിഴ്നാട്ടിലാണ് സംഭവം. പുള്ളിയുടെ കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും നോക്കാം. ഇവിടെ കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതെ, ആലപ്പ മലയാളം TV ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വീട് ഇതാണ്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഇതാണ്, താഴോട്ടിറങ്ങി പോകണമെന്ന് തോന്നുന്നു. കേട്ടെ, ഇതാണെന്ന് തോന്നുന്നു വീട്. എന്താ ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കുകയാണല്ലോ. പുള്ളിയുടെ വീടാണ്. വലിയ യൂട്യൂബറാണെന്നാണ് പറയുന്നത്. ആ, ആളുണ്ടോ ഇവിടെ? ഇതാണോ മറ്റേ ആലഫാം TVയുടെ ശശികുമാർ എന്ന് പറയുന്ന ആളുടെ വീട്? നിങ്ങൾ തന്നെ അല്ലേ? ഞാൻ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടിട്ടൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്നൊക്കെ ഓർത്ത് വന്നതാ. ആ, ഒരു നിങ്ങളുമായിട്ടൊരു സൗഹൃദ സംഭാഷണമൊക്കെ. എന്തായാലും നിങ്ങളുടെ കുറെ വീഡിയോകളൊക്കെ നാട്ടുകാരൊക്കെ കണ്ടല്ലോ. ഇതെല്ലാം എടുക്കുവാണോ? ഇത് നമ്മുടെ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനൊക്കെ തിന്നുന്നേ. നാട്ടുകാരെ മുഴുവൻ കാണിക്കാനാണോ? എന്നാലും നമ്മുടെ പേരിന്റെ പേര് അഫ്സൽ എന്നാണ്. എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിനകത്തോട്ടൊക്കെ ഇടാൻ വേണ്ടിട്ടാ. അതെ. പിന്നെ ഇതെന്താ ഈ വീടൊക്കെ ഇങ്ങനെ കിടക്കുന്നത്? നിങ്ങൾ ഇത്രയും വരുമാനമൊക്കെ ഉള്ള ആളല്ലേ യൂട്യൂബിനകത്ത്? ഞാൻ പെട്ടെന്ന് മേടിക്കുന്ന കാശ് കൊടുത്ത ഡാറ്റ ഉണ്ടാക്കി പിന്നെ യൂട്യൂബിൽ കൊണപ്പിക്കുന്നേ. ഇത് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് പൈസ വേണം. ഇതെന്താ നിങ്ങൾ പിന്നെ ഇങ്ങനെ ഇത്ര പാവം പിടിച്ച ആളാണോ? അവനവന്റെ ദാരിദ്ര്യം പറയുന്നതിന് എന്നാ ബുദ്ധിമുട്ട്. ഇതെന്താ കപ്പയും മീൻകറിയോ? മീൻകറി ഇല്ലേ? മീൻ കറിയൊന്നും ഇല്ല. മീൻ വറുത്തത്. ആഹാ, അത് ശരി. ഇത് ഇവിടൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്ന? ഇവിടെ ആള് താമസമില്ലാത്ത വീടാണോ? നിങ്ങൾ ഒളിച്ചു താമസം വല്ലതും ആണോ? ആണോ? അത് ശരി. ഇതെന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്ന? ഈ പിന്നെ പൈസ വേണം. 2 കെട്ടി തീർക്കാൻ പറ്റുള്ളൂ. കാശ് വേണ്ടേ? അത് വേണം. അപ്പൊ ഇത്രയും വരുമാനമൊക്കെ കിട്ടുന്ന ആള് പിന്നെ എന്താ ഇങ്ങനെ? എവിടുത്തെ വരുമാനം കിട്ടുന്ന? യൂട്യൂബിനകത്ത് എന്തോരോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഹരിതകർമ്മസേനയുടെ ഒരു വീഡിയോ ഇട്ടേക്കുന്നു. ഹരിതകർമ്മസേന കൊണപ്പിക്കുന്ന ഹരിതകർമ്മസേനക്കാർ നോക്കണം. എന്റെ വീടിന്റെ മുറ്റത്ത് എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കഷ്ണം കിടപ്പുണ്ടോ? ഒന്ന് എടുത്തോ. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കാണാനില്ല. ഇത് തമിഴ്നാടാണ്. ഈ തമിഴ്നാട്ടിൽ ഹരിതകർമ്മസേനയും പരിസേനയും ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നത്. ഓരോ മലന്മാരും യൂട്യൂബിനകത്തോട്ട് കയറി ഇരുന്നുണ്ടെങ്കിൽ കുണപ്പിച്ചോളുമാണ്. ഞാനിത് കൊണ്ടിന്ന് രാത്രി കൊണ്ടിന്ന് അവന്റെ അമ്മയുടെ അണ്ണാക്കിൽ തള്ളുന്നു, മറ്റടുത്ത് തള്ളുന്നെന്ന്. നിങ്ങൾ എന്റെ വീട് നോക്ക്. എവിടെയെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റങ്ങളോ അല്ലെ എന്തെങ്കിലും മാരി എറിഞ്ഞിട്ടുണ്ടോന്ന്. ഈ ഓലയൊക്കെ ഇങ്ങനെ മുടിഞ്ഞു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കൈ കാശില്ല. അത് മാറ്റി ഷീറ്റിടാന് അല്ലെ ഓല കെട്ടാൻ കാശില്ല. അതുകൊണ്ട് അങ്ങനെ കിടക്കുന്നേ. ഇത്രയും പാവം പിടിച്ച ഒരാളാണ് ഇത്രയും യൂട്യൂബിനകത്ത് കിടന്ന് ഇത്രയും വെള്ളം ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ള കാര്യം പറയുന്നതിന് പിന്നെന്താ ദാരിദ്ര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. നിങ്ങൾ കേരളത്തിലെ കുറെ കുണപ്പിച്ച ഭരണക്കാരെല്ലാം കൂടെ കുണപ്പിച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കൊണ്ടാണ് അവിടെ നാട് വിട്ടു പോരുന്നത്. ഇവിടെ വന്നൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സമാധാനമുണ്ട്, മനസമാധാനമുണ്ട്. മറ്റേ CPM-കാരുടെ പിടുക്ക് താങ്ങണം, കോൺഗ്രസ്സുകാരുടെ പിടുക്ക് താങ്ങണം, പിന്നെ വരുന്നതിന്റെ എല്ലാം പിടുക്ക് താങ്ങണം. അങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ കപ്പയവർക്കാണെങ്കിൽ അത് എന്ത് കോപ്പ കിട്ടുന്ന അത് മാറ്റി തിന്നാ ജീവിക്കുന്നത്. കപ്പയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണോ? ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയതാ. ആണോ? താഴോട്ട് ഇഷ്ടംപോലെ ഫാം ഒക്കെ ഉണ്ടെന്ന്. ഈ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ നിങ്ങളുടെ ആണോ? നാട്ടുകാര് പറയുന്നതാ. എന്തായാലും കുറെ ഉണ്ടല്ലോ സ്ഥലം. താഴെ റെയിൽവേ റോഡ് വരെ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങളുടെ ആണോ? റെയിൽവേ റോഡ് എന്റെ അല്ല, അത് ഇന്ത്യൻ റെയിൽവേയുടെയാ. ആണല്ലേ? സ്ഥലം അങ്ങോട്ടെല്ലാം ഉണ്ട്, താഴെയൊക്കെ ഉണ്ട്. പിന്നെ അത് ശരി. അപ്പൊ ഞാൻ വന്ന സമയം നല്ല സമയമാണ്. കപ്പയും കഴിക്കാൻ തോന്നുന്നല്ലേ? ഈ കാക്കമാരോട് ഇരിക്കുന്ന സഭ ഞങ്ങൾക്ക്, ഞങ്ങൾ ഹിന്ദുക്കളാണ്. അത് ശരി. ഞങ്ങൾ തൊട്ട് തീരത്തില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഇല്ലെങ്കിലും ഇതിനകത്ത് തരാനൊന്നുമില്ല. ആകെ 24 കഷ്ണമുള്ളത്. എന്റെ മരുന്ന് അറിയാൻ പോകുന്നത് ഞാൻ മരുന്നിന് കൊടുക്കാൻ പോകുന്നു. അത് ശരി. നിങ്ങൾ വന്ന കാര്യം പറ. നിങ്ങളെ ഒന്ന് പിന്നെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? നന്നാണ്ട് ഇരിക്കും കസേര. അതിന് പറയേണ്ട കാര്യമൊന്നുമില്ല. അവരോട് സ്വന്തമായിട്ട് ഇരിക്കാം. ശരി ശരി. അതിനുവേണ്ടി കസേര കാലിയാക്കി ചോദിച്ചിട്ടൊന്നുമല്ലോ എന്റെ വീട്ടിൽ കയറി വന്നേ. ഹരിതകർമ്മസേനയുടെ കാര്യം പറഞ്ഞില്ലയോ? ഹരിതകർമ്മസേനയുടെ പെണ്ണുങ്ങള് ആളുമാരുടെ വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാ. നിങ്ങളൊന്നും മേടിക്കാറില്ലയോ? നിങ്ങളൊന്നും ഉണ്ടാക്കാറില്ലയോ? നിങ്ങളൊന്നും തിന്നാറില്ലയോ? എടാ, ഇതൊക്കെ ചോദിക്കാൻ ഇവളുമാരെ ആരാ അധികാരപ്പെടുത്തിയത്? പിണറായി അധികാരപ്പെടുത്തിയോ? അത് ഞങ്ങളുടെ പഞ്ചായത്തുകാർ അധികാരപ്പെടുത്തിയോ എന്ന് പറയുന്നവിടെ നിങ്ങൾ വന്നിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ഞാൻ എന്തിനാ പിടിച്ചിരുത്തുന്നേ? നിങ്ങൾക്ക് വേണേ ഇരിക്കണം. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഇരിക്കാൻ സ്ഥലം ചോദിക്കാന്ന് ചെയ്യുന്നേ. നിങ്ങൾക്ക് മര്യാദ ഒന്നും ഇല്ല. ഞങ്ങള് മര്യാദ കാണിക്കണം.
അത് അങ്ങോട്ട് കൈ വെച്ചിരുന്നാ മതി. അത് ശരി. അങ്ങോട്ട് കാണിച്ചാ അങ്ങോട്ട് കാണിച്ചൂടെ? അങ്ങോട്ട് കാണിക്കാം, ഇങ്ങോട്ട് കാണിക്കാം, അന്നേരം കാണിക്കാം. വേണമെങ്കിൽ എന്നെ 2 പ്രാവശ്യം സാറേ സാറെന്ന് വിളിക്കും. കേൾക്കുമ്പോ എനിക്കൊരു സുഖമൊക്കെ ഉണ്ടാകും. അന്നേരം ഞാൻ പറയാം ആയിരിക്കെന്ന് പറയാം. അപ്പൊ സുഖിപ്പിച്ചാ സുഖം വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇരിക്കാൻ ഇരുന്ന് ഞാൻ വായി നോക്കി ഇരിക്കുന്നു, നിങ്ങൾ തിന്നോണ്ടിരിക്കുന്നു. എന്നാ ഒരു കഷ്ണം കപ്പ തിന്നുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കഴിക്കുന്നോ അന്നൊന്ന് ചോദിച്ചു. വെള്ളം കുടിക്കുന്നോ അതുപോലും ചോദിക്കുന്നില്ലല്ലോ. അതെന്നെ എന്റെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വന്ന പുഴുങ്ങിയ കപ്പയൊന്നും അല്ല. ഞാൻ 50 രൂപ കൊടുത്ത് മേടിച്ച കപ്പയാ. 50 രൂപ കൊടുത്ത് മേടിച്ചിട്ട് വന്ന കപ്പ പുഴുങ്ങി വെച്ച് തിന്നാൻ ആകെ 4 കഷ്ണേ ഉള്ളൂ താനും. അത് എന്നാലും ആ മലയാളികളല്ലേ, മലയാളിയാ. എനിക്ക് തരാൻ സൗകര്യമില്ല. എന്റെ ആകെ ഉള്ളത് ഇതിനകത്ത് 3 കഷ്ണം കപ്പയാ. പിന്നെ 7 രൂപയ്ക്ക് മേടിച്ചിട്ട് വന്ന മുട്ടയാ. അത് പുഴുങ്ങി വെച്ചേക്ക് വരുന്നവർക്ക് തരുമോ? നിങ്ങൾ ഇന്റർവ്യൂവിൽ വന്നേ അതോ എന്റെ ദാരിദ്ര്യം കാണിക്കാൻ വന്നാ? ഒരു മനുഷ്യത്വം വേണ്ടേ? ഒരു മനുഷ്യത്വം ഇല്ല. അത് ഇവിടുന്ന് മനുഷ്യത്വം ഉണ്ടാക്കുന്നേ. എന്റെ പ്ലേറ്റിനകത്ത് ആകെ 4 കഷ്ണം കപ്പയേ ഉള്ളൂ. 2 മുട്ട പുഴുങ്ങിയതുവാ. നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്താ തിരുന്നേ? ഞാൻ പട്ടിണിക്ക് ഇരിക്കണോ? അത്രയൊക്കെ ഉള്ളു മനസാക്ഷിയൊക്കെ. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ചാനലിനകത്ത് പറഞ്ഞു ഞാൻ മോശക്കാരനാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ താമസിക്കുന്നത്. കേരളത്തിലെക്കാട്ടി തമിഴന്മാര് ഭേദമല്ലേ? ഇവന്മാര് കയറി നമ്മളെ അണ്ണാക്കി കൂത്താൻ പറ്റത്തില്ല. എന്തായാലും ചോദിച്ചില്ലെന്ന് വേണ്ട. ആകെ 2 മുട്ടയേ ഉള്ളു കേട്ടോ. തരാനും മാത്രമൊന്നും ഇല്ല. ഞാനങ്ങ് തിന്നുവാ. കഴിച്ചോ? ശരി. അതേലൊക്കെ ഷെയർ ഒന്നും തരുന്നത്. എന്താ ഷെയറാ? ഓ ഇനിയിപ്പോ വേണ്ട. ഞാൻ കഴിച്ചാ വന്നത്. കഴിച്ചാൽ അവനു കൊള്ളാം. കഴിച്ചില്ല വീട്ടിൽ പോയി കഴിക്കും. ശരി. ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ടില്ലേ? ഇത് പട്ടാളക്കാരുടെ അതേ ബുദ്ധിയാണ്. ഒരു മനുഷ്യന് സാധനം കൊടുക്കത്തില്ല. 7 രൂപ കൊടുത്താ മുട്ട മേടിച്ചത്. അതുകൊണ്ടൊന്ന് പുഴുങ്ങി നാട്ടുകാരെ തീറ്റിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണ് ഇന്റർവ്യൂ ഉണ്ടാക്കിക്കൊണ്ട് പോവാ. എന്നാലും ഈ മുട്ടയൊക്കെ ഒറ്റയ്ക്ക് കഴിച്ചാലേ വേറെ അത് ഞാൻ സഹിച്ചോളാം. പൊതി കിട്ടായിരിക്കാനുള്ള ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം. ഈ മിലിറ്ററിക്കാരല്ലല്ലോ ഇങ്ങനെ. നിങ്ങൾക്കൊന്നൊരു മാന്യത മര്യാദ എന്ന് പറയുന്നതിന്റെ ഒരാൾ തിന്നോണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ കയറി വരിക, അത് തന്നില്ലെന്നുണ്ടെങ്കിൽ കാര്യം വീതം ചോദിക്കുക. എന്താ മനുഷ്യരാ നിങ്ങള്? മനസ്സില്ല. ഞാൻ തുറന്നങ്ങ് പറഞ്ഞല്ലോ ഞാൻ തരുത്തില്ലെന്ന്. അയിത്തമല്ലോ എന്തോ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണോ? അയിത്തൊക്കെ ഉണ്ട്. മുസ്ലിം ആയതുകൊണ്ടായിരിക്കും അന്നേരം ഒരു അലർജി മാതിരിയാ. ദൂരെ മാറി ഇരുന്നാ മതി. ദേഹത്തൊക്കെ മുട്ടരുത്. ഞാൻ ഇച്ചിരി ദൂരെ ആയിരിക്കുന്നത്. ഞങ്ങൾ കൂടിയ ഐറ്റംസാ. അതുകൊണ്ട് ഞങ്ങളുടെ ദേഹത്ത് മുട്ടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഓഹോ അത് ശരി. ഐറ്റം കൂടിയാൽ ഞങ്ങൾ മുട്ട തിന്നും. മുട്ട തിന്നും. മുട്ടക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ. ഓ അത് ശരി. ആ തലയില് നല്ല മുട്ട പോലെ തന്നെ ഇരിക്കുവാണല്ലോ. ഇത്രയും പ്രോട്ടീനൊക്കെ തിന്നിട്ട് ഒരു മുടി പോലും ഇല്ല. നിങ്ങളുടെ നാട്ടുകാരുടെ ബ്രാക്കാ. ഞാൻ മാ തുറന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ ബ്രാക്ക് കേൾക്കണം, CPM-കാരുടെ ബ്രാക്ക് കേൾക്കണം, എല്ലാം ബ്രാഗിക്കുള്ളതാ. പക്ഷെ ഈ ബ്രാഗുന്ന നിങ്ങൾ ഓർക്കണം, നിങ്ങൾ രാഗി എന്നെ അങ്ങ് മിനിക്കുക. എന്റെ തലയിൽ ഒരൊറ്റ പൂടെ ഇതുവരെ നിറച്ചിട്ടില്ല. അതറിയാവോ? നിങ്ങളുടെയൊക്കെ തല എങ്ങനെയാണെന്ന് നോക്കണം. പോയി 60 വയസ്സായതിന്റെ ഒക്കെ തലയെടുത്തൊന്ന് പരിശോധിക്കണം. പരിശോധിക്കും. പിന്നെ ഡൈ മേടിക്കണ കാശ് വേണ്ടേ? കിട്ടുമോ? ഗോദ്രേജ് കമ്പനിക്കാരൻ എന്റെ അപ്പന്റെ ഇല്ല. മുടി ഉണ്ടായിട്ട് വേണ്ടേ ഡൈ അടിക്കാനായിട്ട്? ഉള്ളതുണ്ടല്ലേ, അതവിടെ ഇരിക്കട്ടെ, അത് മതി. ഇനി ഡൈ അടിക്കുമ്പോ മീശയ്ക്ക് കൂടെ ഇച്ചിരി അടിക്കണേ. എന്റെ മനുഷ്യ എന്റെ അതിനൊന്നും പൈസയില്ല. ഞാൻ കിട്ടുന്ന പെൻഷന് വിവിധ ലോണുകൾ അടയ്ക്കുക. ചില്ലറ ലോണൊന്നുമല്ല. ഞാനും വിചാരിച്ച് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനങ്ങ് തമ്പ്രാനാകുന്നു. പക്ഷേ ഉള്ള പൈസ 10-35,000 രൂപ പെൻഷനുണ്ട്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ കിട്ടുന്ന മുഴുവൻ വിവിധ ലോണുകൾ അങ്ങ് ബാക്കിൽ ഇട്ടുകൊണ്ട് പോവാ. കാർഷിക ആവശ്യത്തിനെന്നും പറഞ്ഞ് തന്നെ ലോണുകൾ വരെ ഇപ്പൊ ജപ്തിയുടെ ഭീഷണി കിടക്കുക. പിന്നെ നാട്ടിലെ നിങ്ങളെ മലയാളികളുടെ കൂട്ട് അല്ലെ, നിങ്ങള് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തമിഴ്നാട്ട് കൂട്ടായി ബാങ്കിലിട്ടേക്കുന്ന പൈസ ചോദിച്ചാൽ അവർ തരുമോ? ബാങ്കിലോ? സൊസൈറ്റി കൊണ്ടുവന്ന് കുഴപ്പിക്കുമ്പോ ഓർക്കണം. സൊസൈറ്റി എന്റെ പൈസ സൊസൈറ്റിയിലൊന്നും ഇല്ല. രക്ഷപ്പെട്ടു. ഈ നാഷണലൈസ് ബാങ്കൊക്കെ ഇത്രയുള്ളപ്പം സൊസൈറ്റിയിലൊക്കെ കൊണ്ടുവന്ന് അത് CPM-കാരൻ്റെ അണ്ണാക്കി കൊണ്ടുവന്ന് പൈസ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വിവരദോഷികളാ ആൾക്കാര്. നിങ്ങള് മലയാളികള്. അതാ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തല്ലോ പൈസ കിട്ടാത്തന്നെ. കഷ്ടമായി മൂഞ്ചു കൊടുക്കും. എന്നിട്ട് ഇന്നലെ പുള്ളിക്കാരൻ മരിച്ചു. ഇന്ന് അയാളുടെ വൈഫ് വന്നിരുന്നു ചാനലിലൊക്കെ ഇന്റർവ്യൂ തുടങ്ങിയല്ലോ. അവിടെ ഇന്റർവ്യൂവിൽ അവള് പറഞ്ഞത് എന്തായിരുന്നു? അവള് പറഞ്ഞു ഒരു പ്രസ്ഥാനമല്ലേ നശിക്കാതെ കിടക്കട്ടെ. അവർക്ക് അവിടെ ഭർത്താവിയാത്തതിലല്ല വിഷമം, അവിടെ പ്രസ്ഥാനം നശിക്കാതെ കിടക്കുന്നില്ല. അങ്ങനെ പ്രസ്ഥാനത്തിനെ വെച്ച് കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 25 ലക്ഷം രൂപ കൊണ്ട് ആ കാലിനിടെ കയറ്റിയത്. അതുകൊണ്ടാണ് മുമ്പിൽ പോയത്. അല്ല നാട്ടിലെ ബാങ്ക് ഒന്നും മൂടി കെട്ടി പോയൊന്നുമില്ലായിരുന്നല്ലേ? വെള്ളം എടുത്ത് കുടിച്ചോ? ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചു. വെള്ളം എടുക്കുന്നേ നടന്ന് ക്ഷീണിച്ചു വന്നതല്ലേ? പച്ചവെള്ളമല്ലേ? പച്ചവെള്ളം ചുമ്മാ ഉണ്ടാവില്ല. അതിന് പിന്നെ മോട്ടറിട്ട് പിന്നെ എന്റെ ബോർവെല്ലിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റി എന്റെ ടാങ്കിനകത്ത് നിറച്ചാലേ
വെള്ളം ഉണ്ടാകുള്ളൂ. വരുന്നവരെ ഒന്നും വെള്ളം അപ്പുറത്ത് കട ഉണ്ടായിരുന്നല്ലോ, അവിടെ കുടിക്കാൻ പോയിരുന്നോ? അല്ല, ഇവിടെ ഇപ്പൊ തമിഴ്നാട്ടിൽ കറണ്ട് ചാർജ് കുറവല്ലേ, കേരളത്തിലല്ലേ കൂടിയിട്ടുള്ളൂ. കറണ്ട് ചാർജ് എനിക്ക് ഫ്രീയാ. കേരളത്തിൽ കൂടിയപ്പോ റൂം കൊടുക്ക്. ഇവിടെ കറണ്ട് ഫ്രീയാ. മോട്ടർ അടിച്ചു കയറ്റിട്ടു. എനിക്ക് സൗകര്യമില്ല നാട്ടുകാർക്ക് വെള്ളം കുടിപ്പിക്കാൻ. നിങ്ങൾ കടയിൽ പോയി കുടിക്കണം. ഇന്റർവ്യൂ എടുക്കാൻ വരുന്നവര് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. അത് മാന്യമായിട്ടുള്ള ചോദ്യം. അല്ല എന്റെ വീട്ടിൽ കയറി ഇതെന്താ നിങ്ങൾ ഇങ്ങനെ തിന്നുന്നേ, അല്ലെ നിങ്ങൾക്ക് ഇതേ ഉള്ളൂ തിന്നാന്, അല്ല ഇതിന്റെ വേസ്റ്റ്, ഇത് വേസ്റ്റാ, ഈ വേസ്റ്റ് എന്തോ ചെയ്യും, അതുപോലെ എന്റെ വീടിന്റെ ഓല എന്താ നച്ചു പോയെ, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. അതൊക്കെ എന്റെ സ്വകാര്യമാണ്. ഞാൻ എനിക്കിട്ടുള്ള വിട്ടിട്ടേക്കും. നിങ്ങൾ എന്തിനാ അതൊക്കെ ചോദിക്കുന്നേ? ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിങ്ങളുടെ എന്താ കടമയാ? നിങ്ങൾ എന്താ ചെലവിന് വരുമോ നാളെ മുതൽ? എനിക്ക് തരാൻ മാർഗ്ഗമില്ല. ആര്യങ്കാവ് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന് ചെലവിന് വരുമോ നാളെ മുതൽ? ഇവനൊരു മാർഗ്ഗം ഇല്ലാത്തവരാ, എന്നാ പോട്ടെ 10 കിലോ അരി ഇവന് കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പിന്നെ എന്തോ അവസാനകാല അരിയെന്നോ അന്ത്യോദയ യോജന എന്ന് പറഞ്ഞൊരു അരിയുണ്ട്. ഇല്ല, നമ്മൾ കിറ്റ് തരാം. കിറ്റ് തന്നാ വലിയ ഉപകാരം. നമ്മൾ നന്ദി കാണിക്കും. പാലില്ലാത്തതുകൊണ്ട് ആട്ടി കാണിക്കത്തില്ല, എന്നാലും വർത്തമാനത്തിൽ ചിലപ്പോ ഉണ്ടാകുമായിരിക്കും. അത് ഞങ്ങൾ വയനാട് കുറെ ആൾക്കാർ അവർക്കൊരു കിറ്റ് കൊടുക്കണം. വയനാട്ടുകാരെല്ലാം കുനിഞ്ഞിരുന്ന് മുമ്പിയാ മതി മിക്കവാറും. അതെന്താ? അത് അവസാനം അങ്ങനെ ആകുള്ളൂ. 2018 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന എന്റെ നാട്ടിലൊക്കെ ഓരോ മുല്ലന്മാര് തലേ കൈവച്ച് പിടിച്ചു പോവായിരുന്നു. അതുകൊണ്ട് പിന്നെ ആയിരക്കണക്കിന് ചത്ത് കൂടുന്ന ശവം ഒഴിഞ്ഞു നടക്കുന്നതെന്ന്. ഏത് കാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ശവം പോയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനന്ന് എങ്ങുന്നവരുണ്ട്. ഈ വിളിച്ചു പോയാൽ പൂണ്ടച്ചി മക്കളൊന്നും അന്ന് ആ കളരിയിലും ഇല്ലായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓരോരുത്തന്മാരൊക്കെ ഇറങ്ങിയെന്ന് വിളിച്ചു പോകാൻ തുടങ്ങിയത്. ഹെലികോപ്റ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തടുത്ത് പോയെന്ന്. ഈ 465 ചത്തെന്ന ഒഴുകി കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരെണ്ണത്തിന്റെ പോലും മരുന്നിന് പോലും ഒരു ശവം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മുട്ടറ്റം വെള്ളത്തിൽ കൂടെ കുറെ കൊച്ചമ്മമാരെ വള്ളത്തെ കയറ്റിയിരുത്തി താരാട്ട് പാടിക്കൊണ്ട് പോയതായിരുന്നു വലിയ. അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അന്ന് പിന്നെ ഹെലികോപ്റ്ററൊക്കെ പൊക്കിക്കൊണ്ട് പോകാനൊക്കെ ഇപ്പൊ പൈസ ചോദിക്കുന്നത് ഏത്? അത് ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ ചോദിക്കും. ഞങ്ങൾ ഇത്ര നാള് ചോദിക്കാം. അത് ഞങ്ങളല്ലല്ലോ, ഞങ്ങളുടെ സർക്കാരില്ലേ, കേന്ദ്ര സർക്കാർ. ഞങ്ങള് പട്ടാളക്കാര് കേന്ദ്ര സർക്കാരിനെ താങ്ങും. അതിനകത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടൊന്നും വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നും. എന്തായാലും സ്വന്തം രാജ്യത്ത് പിന്നെ ഒരു ദുരിതാശ്വാസം നടത്തുന്നതിനെ നമ്മുടെ രാജ്യത്തിന്റെ മിലിറ്ററിക്ക് പിന്നെ പൈസ കൊടുക്കണ്ട. നിയമം അനുസരിച്ച് പട്ടാളക്കാര് എവിടെയെങ്കിലും പോയി ചെടി വേല ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ കാശുണ്ട്. അത് സർക്കാരല്ലേ കൊടുക്കേണ്ടത്. അത് ഏത് സർക്കാരിലാണ് വിളിച്ചു പോയേക്കുന്നത്? ഇപ്പം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടല്ലല്ലോ വന്നത്, കേരള ഗവൺമെന്റ് വിളിച്ചിട്ടല്ലേ വന്നത്. അങ്ങനെ വിളിച്ചിട്ട് വരുവാണെങ്കിൽ പൈസ കാശ് കൊടുക്കണം. അത് ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിന് വന്നാലും കാശ് കൊടുക്കണം. അതിനൊക്കെ സർക്കാർ നിബന്ധന എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര എന്ന്. ആ കൊടുക്കാൻ എന്താ വിഷമം? പിന്നെ 5-6 കൊല്ലമായി ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങളുടെ മര്യാദ. ഞങ്ങളിപ്പോ ചോദിച്ചിട്ടുണ്ടെന്തോ നിങ്ങളെന്തോ ആക്ഷേപിക്കുന്നേ? അത് ശരി. അപ്പൊ തരാന്നുള്ള അതുപോലും തന്നില്ലല്ലോ, പറഞ്ഞിട്ട് പോയത്. ഇവിടെ കൊടുത്തില്ലല്ലോ. കൊടുക്കാനായിട്ട് എല്ലാം റെഡി ആക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? കള്ളക്കണക്ക് ഇതുവരെ ഈ 5-6 മാസമായിട്ട് ഇതുവരെ കള്ളക്കണക്ക് എഴുതി തീർക്കാൻ പറ്റിയില്ലയോ? അത് എഴുതി വരണ്ടേ സഹോദര? ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. ശരി, എന്നാ കൈ കഴുകിട്ട് വരും. ഇതെന്തിയ കൈ കഴുകാൻ പോയ ആളിനെ കണ്ടില്ലല്ലോ. ഞാൻ വന്ന് എന്ത് തോർത്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നാണോ? ഇന്റർവ്യൂ വന്നാണ്. ഞാൻ വേഷം മാറിയിട്ട് വരാം. അതേ ഉള്ള തോർത്തൊക്കെ കൊടുത്തോണ്ടാണോ വീട്ടിൽ നിൽക്കുന്നത്? ഓർഡർ ഒന്നും കിട്ടിയിടാന്. ആണോ? എന്നാ മാറ്റിട്ടോ. നിങ്ങളുടെ വീട്ടിൽ ചൊറിയാൻ വരുന്നുണ്ടല്ലയോ? ഈ യൂട്യൂബർ പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് പുള്ളിക്കാരനെ നമ്മളെ ഇവിടെ ഇരുത്തിയിട്ട് കൈ കഴുകാനോ കപ്പ തിന്നാനോ തുണി മാറാനോ പുറത്തൊക്കെ കൊടുത്തോണ്ടാ നിൽക്കുന്നത്. അതൊക്കെ മാറാനൊക്കെ പോയിരിക്കും. എന്തായാലും പോയിട്ട് വരട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ അന്നേരം ചോദിക്കാം. എന്താണ് ഡോറ് തുറന്ന് വരുന്നത്? കൊള്ളാലോ, നല്ല നിക്കറൊക്കെ ആണല്ലോ ഇട്ടോണ്ട് വന്നേക്കുന്നത്. ഇതെന്താ നിക്കറ് അല്ലെങ്കിൽ തോർത്ത്? ഇതേ ഉള്ളിടാൻ. നിങ്ങൾ കൊള്ളാലോ. നമ്മളവിടെ ഒരു ആള് വന്നിരുന്നിട്ട് നിങ്ങളിത് കപ്പ തിന്നാൻ പോകുന്നു, കൈ കഴുകാൻ പോകുന്നു, തുണി മാറാൻ പോകുന്നു. എന്തൊക്കെയത്? ഞാൻ മുടി മതിയോ? ഇത് മതി. നല്ല മുടിയാ, ഇഷ്ടംപോലെ ഉണ്ട് മുടി. പിന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഈ മിലിറ്ററിക്കാരല്ല ഇങ്ങനെ ഭയങ്കര വലിയ സുന്ദരന്മാരാന്ന വിചാരം. അപ്പം ഈ മിലിറ്ററിക്കാരെല്ലാം BJP-ക്കാരാണോ? മിലിറ്ററിക്കാര് BJP-ക്കാരാണോ അവരോട് പോയി ചോദിക്കണം. നിങ്ങൾ BJP ആണോ? ഈ രാജ്യം ഭരിക്കുന്ന BJP അല്ലയോ? പ്രത്യേകിച്ച് എനിക്ക് BJP-ക്കാർ നല്ലൊരു ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? അതെന്താ ഓഫർ? എന്നെ പാർട്ടിയിൽ വിളിച്ചായിരുന്നു. അത് ശരി, നല്ലൊരു അവസരമല്ലായിരുന്നു. എന്താ പോയില്ല? ഈ
അവസരം ഇങ്ങോട്ട് മുഴുകി തിന്നാനൊന്നും പറ്റത്തില്ല. അതെന്റെ കഴുത്തിട്ടാ വേഗത്തില്ല. അത് കയ്യിലിരിക്കട്ടെ. അത് ശരി. തുട്ട് അതെന്താ തരുമെന്നുള്ളത് പറയട്ടെ. അന്നേരം ഞാൻ ചിലപ്പം BJP-യിലേക്ക് ചേരും. ആ, അപ്പൊ ഈ കാശിന് വേണ്ടി എല്ലാരും BJP-യിലോട്ട് പോവോ? അതെനിക്കറിയില്ല. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. എനിക്ക് തുട്ട് കിട്ടുകയാണെങ്കിൽ, തുട്ട് കിട്ടിയാലേ എനിക്ക് അരി മേടിച്ച് എന്റെ കരുത്തിയിട്ടാ വേഗമുള്ളൂ. അല്ലാതെ BJP-യുടെ പിന്നെ ചന്തി താങ്ങി നടന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അരി വേഗത്തില്ല. വേഗമോ? BJP എനിക്ക് നല്ലൊരു ഓഫറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പലരും വരുന്നുണ്ട്. പലരും പദവിയൊക്കെ പ്രതീക്ഷയാണല്ലോ പോണത്. എനിക്ക് പദവിയും പറയുകയൊന്നും വേണ്ട. അതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഉള്ളത് തന്നെ ധാരാളമാണ്. ചെല്ലുമ്പോ എന്താ പദവി തരും? പദവിയൊന്നും ഇവിടെ നോട്ടമില്ലെന്ന്. തുട്ട് പൈസ. പൈസ പിന്നെ പൈസക്കാർക്ക് വേണം. പണം CR എന്ന് പറയും. കോടിക്കണക്കാണ്. CR-ലൊക്കെ കണക്ക് കൂട്ടുന്നത്. നിങ്ങളുടെ കൂട്ട് ദാരിദ്ര്യവാസികളൊന്നുമല്ല. അപ്പൊ സാറേ, ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന കാര്യത്തിലേക്ക് വന്നില്ല. സാറ് ഇച്ചിരി ചൂടായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ചൂടായത് എന്താന്ന് ഞാൻ ഉള്ള കാര്യമൊക്കെ പറയട്ടെ. പറയുമ്പോ നിങ്ങൾക്ക് എല്ലാം വിഷമാ. സത്യം പറയാൻ പാടില്ല. നിങ്ങൾ വന്നപ്പോ ഇറങ്ങി വന്നിട്ട് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ ഞാൻ ഇയാൾ ചേട്ടാന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ സാറേ ഞാനൊരു ഇന്റർവ്യൂ എടുക്കാൻ വന്ന സാറേന്ന് കേൾക്കുന്നുണ്ടെ എനിക്കൊരു ഉൾപ്പളവൊക്കെ ഉണ്ടാവും. അതാണ്. അത് കേൾക്കാഞ്ഞതിന്റെ ആണ് ഞാൻ ഈ കാണിച്ച ഒറ്റ വെട്ട് 2 കഷ്ണം മറുപടി വന്നത്. എനിക്ക് തെറ്റുപറ്റിപ്പോയതാ സാറേ. അത് അതിനാണ് നമ്മളെല്ലാം മലയാളികളാണല്ലോ എന്ന് ചേർത്തിട്ട്. മലയാളിക്കല്ലേ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് ബുദ്ധി ഉണ്ടാവുള്ളൂ. അത് സോറി, നമുക്ക് പറ്റിയ തെറ്റാണ്. നേരത്തെ സാറേന്നൊക്കെ വിളിച്ച് സംസാരിച്ചായിരുന്നെങ്കിൽ ഞാൻ നല്ല മയത്തിൽ സാധാരണ ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലൊക്കെ ഇടപെട്ടാലോ. എന്തായാലും സാറേന്ന് വിളി കേട്ടപ്പോ ഒരു ചിരിയൊക്കെ വന്നല്ലോ. അത് വരും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കേട്ടായിരിക്കും. അങ്ങനെ പിന്നെ അവിടെ നമ്മുടെ ചന്തിയുടെ കീഴിൽ കസേര ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും സാറേന്ന് വിളിക്കും. വഴിയെ പോലെ പട്ടിയും പൂച്ച എല്ലാം വിളിക്കും. സാറേന്ന് വിളിക്കും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും വിളിക്കും സാറേന്ന്. അപ്പൊ സാറേന്ന് വിളിച്ചാൽ എന്ത് നടക്കും? പെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ല ചന്തിയുടെ കീഴിൽ കസേര ഇല്ലെങ്കിൽ പിന്നെ തോളെ തട്ടിട്ട് ചോദിക്കും ചേട്ടാ ബീഡി ഉണ്ടോന്ന് ചോദിക്കും. അത് ശരി. നമ്മുടെ നാളെങ്ങനെയായി പോയി സഹോദര. അപ്പൊ ഇനി നിങ്ങൾ വന്ന കാര്യത്തിലേക്ക് വാ, ഇന്റർവ്യൂവിലേക്ക് വാ. എന്താ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കേണ്ടത്? അത് നമുക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയായിരുന്നല്ലോ. അത് ഒരുപാട് നല്ല ഓട്ടമൊക്കെ ആയി. അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ടു. പിന്നെ ഹരിതകർമ്മ സേനയുടെ ഒരു ഹരിതകർമ്മസേനയുടെ വിഷയമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുറെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കേസൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്ന കേട്ടു. അല്ല, ഞാൻ ചോദിക്കട്ടെ. അഫ്സൽ എന്റെ വീട്ടിൽ വരുന്നു, ഇവിടെ വന്നു. അഫ്സൽ എന്നോട് ചൊറിഞ്ഞ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ ചൊറിഞ്ഞ മറുപടിയും തന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ കയറി വന്ന് അഫ്സലിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ എന്ത് മേടിച്ചു, ഞാൻ എന്റെ വീട്ടിൽ എന്ത് തിന്നു, ഞാൻ എന്ത് വേസ്റ്റ് ഉണ്ട്, എന്റെ വീട്ടിൽ എന്ത് വേസ്റ്റ് ഉണ്ട്, പിന്നെ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്, ഞങ്ങൾ ഇത് കഞ്ഞി കുടിച്ചോ, അല്ല നിങ്ങളൊന്നും തിന്നാറില്ലയോ, അത്തരം ചോദ്യങ്ങളൊന്നും ആ സ്ത്രീ ചോദിക്കാൻ പാടില്ലാത്തതാണ്. അവർക്ക് അതിനുള്ള അവകാശമില്ല. അതെന്റെ മൗലിക സ്വാതന്ത്ര്യമാണ്. എന്റെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും ഞങ്ങൾ അയൽവക്കത്ത് പോലും പോയി ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നേരത്തെ അരി ഇങ്ങോട്ട് താന്നും പറഞ്ഞ് ഞങ്ങൾ പോകുന്നില്ലല്ലോ. പരിസരത്തൊക്കെ പോയി തിരക്ക്. ഞാൻ ആ വീഡിയോയിൽ കണ്ടിരുന്നു. അവര് വന്ന് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേ അതും പിന്നെ ഇതിനകത്തെ ആ വീഡിയോ എടുത്ത കഥാനായകൻ എന്റെ മൂത്ത മോനായിരുന്നു. അവന് ഒരു മനുഷ്യനോട് രക്ഷമിണ്ടെന്നല്ല. അവൻ ആ വീഡിയോ എടുക്കുന്നിടത്ത് ആ മുറിയിലാണ് അവൻ ഇരിക്കുന്നത്. ഞാനുള്ളപ്പോ ഞാൻ ആ മുറി കിടക്കുന്നത്, ഞാനില്ലാത്തപ്പോ അവനാണ് ആ മുറി ഉപയോഗിക്കുന്നത്. കിടക്കുന്നല്ല അവൻ ഉപയോഗിക്കുന്നത്. അവന്റെ കമ്പ്യൂട്ടർ സംവിധാനം എല്ലാം അവിടെയാണ്. അവന് നേരം വെളുത്ത വയ്യോളം പണിയാണ് അതിനകത്ത്. അവൻ ഇന്ന് വരെ പിന്നെ നാട്ടിലെ രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നും അവൻ ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ തുടങ്ങിയെന്ന് പറഞ്ഞാൽ CPM-കാർ ചോദിച്ചു വാങ്ങിച്ചതാ. CPM-കാർ ഇവിടുത്തെ പോലീസുകാരും കൂടെ ഈ ഹരിതകർമ്മസേന എന്റെ മുറ്റത്ത് വന്ന് പിന്നെ എന്നെ കയറി ഉണ്ടാക്കുന്നതാണ് ആ വീഡിയോ. അപ്പൊ ഈ വീഡിയോ എടുക്കാൻ തോന്നിയത് എന്തായാലും നല്ല ബുദ്ധിയാണ് മോന്. ഇല്ലെങ്കിൽ വിളുമാര് വേണേ പറഞ്ഞു ഞങ്ങൾ അവൻ കയറി പിടിക്കാൻ ചെന്നെന്ന് പറയും. അപ്പൊ ഈ പിന്നെ വീഡിയോ എടുക്കുന്ന കുറച്ച് സമയത്തിന് ശേഷമായിരിക്കുമല്ലോ ഈ വീഡിയോ എടുത്തത്. അതിന് മുമ്പ് എന്തെല്ലാം പറഞ്ഞു കാണുമല്ലേ? അവന് തീരെ സഹിക്കാൻ മേജപ്പോഴല്ലേ അവന് വീഡിയോ എടുത്തത്. അവള് വന്ന് എന്റെ വീട്ടിൽ കയറി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളൊന്നും വാങ്ങിക്കാറില്ലേ, നിങ്ങൾ എന്തൊക്കെയാ മേടിക്കുന്നേ, ഇതൊക്കെ. അവക്ക് പഞ്ചായത്തിൽ നിന്ന് ഈ നാട്ടുകാരെ കൊള്ളയടിക്കുന്ന പൈസ കാണും. എനിക്ക് ആകെ ഉള്ളത് ഈ പെൻഷനാണ്. ആ പെൻഷൻ കൊണ്ട് നിങ്ങളൊന്ന് വിചാരിക്കും ഞാൻ ഇവിടെ ജീവിക്കണം, പിന്നെ എന്റെ വീട്ടിലുള്ള അവർക്ക് അവിടെ അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ഉണ്ട്. അത് പറയുന്നതിനകത്തൊന്നും ഇവിടെ ഒരു മടിയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മേടിക്കുന്ന റേഷനറിയാണ് പ്രധാനമായിട്ടും മേടിക്കുന്നത്. പിന്നെ പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ വണ്ടിക്കാരെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്തെങ്കിലും പച്ചക്കറിയാണ് മേടിക്കുന്നത്. അങ്ങനെ ഒരുപാടൊന്നും മേടിക്കാറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കും. അല്ല പിന്നെ പച്ചമുളകോ തക്കാളിയോ അങ്ങനെയൊക്കെ എന്തേലും. പിന്നെ എന്തായാലും തോരൻ വെക്കണമെന്ന് ഞങ്ങളൊന്ന് ഒരു ഓമയ്ക്കായിട്ട് തോരൻ വെക്കുക. അല്ലെങ്കിൽ അയ്യത്തെങ്ങാനും കൊല വല്ലന്നിപ്പോണ്ടെങ്കിൽ അതൊന്ന് 4 കാം പറിച്ച്
മെഴുക്ക് പറ്റി വെക്കുക, തോരൻ വെക്കുക, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഭക്ഷണം. പിന്നെ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് മേടിക്കുന്ന മീൻ മാത്രമാണ്. അത് നിങ്ങൾ മേടിക്കുന്ന മാതിരി പിന്നെ AC കോച്ചുകളിലൊന്നും പോയല്ല ഞങ്ങൾ മീൻ മേടിക്കുന്നത്. ഞങ്ങൾ മേടിക്കുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ ആൾക്കാർ കൊണ്ടുവരും ദിവസം മീനും കൊണ്ട്. എന്താണ് വിഷയം വന്നത്? അതിനകത്ത് വിഷയം വന്നെന്ന് പറഞ്ഞാൽ ആ പെണ്ണുമ്പോൾ ഓവർ സ്മാർട്ട് ആയതാ. അത് ഇന്നല്ല അവിടെ ഹരിതകർമ്മസേന അവിടെ വരുന്നത്. ഞങ്ങളുടെ വാർഡിലുള്ള പെണ്ണുങ്ങളുണ്ട്. ഞങ്ങളുടെ വാർഡിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഞങ്ങളെ പറ്റി നല്ല ധാരണയുള്ളവരാണ്. അത് ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടപ്പോൾ അറിയാം, ഒരു സ്ത്രീ അവിടെ മരം ചാരി നിൽപ്പുണ്ട്. ആ സ്ത്രീ ഞങ്ങളുടെ വാർഡിലുള്ളതാണ്. അവർക്ക് പ്ലാസ്റ്റിക് വേണം, പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും കാശ് വേണം. കേരളത്തില് പിന്നെ പ്ലാസ്റ്റിക് നിരോധനമല്ലേ, പിന്നെ പ്ലാസ്റ്റിക് അത് അവർക്ക് അറിയത്തില്ലായിരിക്കും. അല്ല, അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോയില്, അതിനകത്ത് ഒരു സ്ത്രീ പിന്നെ അവർ ഞങ്ങളുടെ വാർഡിലുള്ളതാണ്. അവർക്ക് ഞങ്ങളെല്ലാം കുടുംബപരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നവരാണെന്ന്, ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ വേസ്റ്റുകൾ കാണുമെന്നൊക്കെ ഒരു ഏകദേശ ധാരണ അവർക്ക് കാണും. അതുകൊണ്ട് അവരൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. ഇതെങ്ങാണ്ടൊന്നും വന്ന ഒരുത്തി അവള് ഞങ്ങളുടെ വീട്ടിൽ കയറി ചോദിക്കുക, അതില്ലയോ, ഇത് മേടിക്കാറില്ലയോ, എങ്ങനെയാ മേടിക്കുന്നത്, എങ്ങനെ തിന്നുന്നത്. ഞാൻ അഫ്സലിനോട് ഉള്ള കാര്യം തുറന്നു പറയാം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണ രീതി ഇന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടില് ഈ തൊലിക്കെട്ടി എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. അതിന് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്താ ഇമ്മ്യൂണിറ്റിക്ക് മലയാളം വേറൊരു വാക്കോട്ടുണ്ടല്ലേ? പ്രതിരോധശേഷി. പ്രതിരോധശേഷി. ഇതൊക്കെ ഞങ്ങള് പിന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കിട്ടുന്ന ഇങ്ങനത്തെ ഉള്ള ദാരിദ്ര്യം പിടിച്ച സാധനങ്ങൾ തിന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളത്. നിങ്ങൾ കാക്കമാര് തിന്നുന്ന മാതിരി പിന്നെ പോത്ത്, കോഴി, കാള, ആട് എന്ത് കണ്ടാലും തിന്നുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്ലാസ്റ്റിക് തിന്നത്തില്ല. അത് നിങ്ങൾ അമ്പലാക്കന്മാര് തിന്നുമായിരിക്കും. നമ്പരാക്കന്മാര് തിന്നുന്നതുകൊണ്ടാണല്ലോ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് രൂപീകരിച്ച് വെച്ചേക്കുന്നത്. അതിനൊന്നും അല്ല ഹരിതകർമ്മസേന രൂപീകരിച്ചേക്കുന്നത്. ഇനി ഞാൻ തുറന്നു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചൊറിയരുത്. സഹാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ നേതാക്കന്മാർക്ക് സുന്ദരിമാര് പെണ്ണുങ്ങളെ കിട്ടും. അത്ര സുന്ദരിമാരല്ലാത്ത പെണ്ണുങ്ങളെ വേണ്ടുന്ന ഈ സഹാക്കന്മാരൊക്കെ ഉണ്ട്. അവർക്കും വെള്ളം കളയുണ്ടായോ? അതിനല്ലാതിനാ അതിനായി സഹാക്കന്മാരൊക്കെ പിന്നെ അണികളെന്നും പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുന്നേ. ഈ ഹരിതകർമ്മസേന ഉണ്ടാക്കി. നിങ്ങൾ ഹരിതകർമ്മസേനയുടെ കാര്യം പറഞ്ഞ് കുറെ വിഴുപ്പുകൾ വന്നിട്ട് വരും സോഷ്യൽ മീഡിയയിൽ കയറി കിടന്ന് ചവിട്ടിത്തുള്ളാരെ. നമ്മൾ 50 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 50 രൂപ കണക്കുന്ന അവിടെ നിൽക്കട്ടെ. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പൊ 70 രൂപ ആക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വേണമെന്നും പറഞ്ഞിട്ട് ഞങ്ങള് കുറെ പേര് 10-20 പേര് കേസിന് പോയായിരുന്നു. കഥ നിങ്ങൾക്ക് അറിയാവോ? അത് അറിയത്തില്ല. അപ്പം അന്ന് ചെങ്ങന്നൂരൊക്കെ ആരെങ്കിലും ജാകാൻ തുടങ്ങിയ ഉടനെ ഓടി പോകുന്നത് ഞങ്ങളായിരുന്നു കെട്ടി എഴുന്നള്ളിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ കുറെ പേരെല്ലാം കൂടെ കൂടിയിട്ട് ഈ എല്ലാ പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ കേസ് പോയി. കേസിന്റെ അലവൊക്കെ ഞങ്ങളെല്ലാം കൂടെ വീതം വെച്ചെടുക്കുകയായിരുന്നു. അന്ന് ഈ ഇപ്പൊ കയറിയിരുന്ന് പാലിയേറ്റീവ് കെയറിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരൊറ്റ നേഴ്സന്മാരോ അല്ലെങ്കിൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന പഞ്ചായത്തുകാരോ രാഷ്ട്രീയക്കാരോ ഒരുത്തരും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയി അത് ഉണ്ടായിക്കൊണ്ട് വന്ന് 2012 കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഉണ്ടായിട്ട് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ പാലിയേറ്റീവ് കെയറിന്റെ നേഴ്സുമാർ വന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല കെയറും തരുന്നുണ്ടോ? ഒന്നുമില്ല. അല്ല, കീറ് തരും. എന്നിട്ട് അപ്പം പഞ്ചായത്തുകളിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വേണമെന്നും പറഞ്ഞ് പോയി കേസ് നടത്തി അത് അനുവദിപ്പിച്ചത് ഞങ്ങളുടെ കഴിവ്. അതിനുശേഷം അത് കിട്ടുന്നില്ല, നിങ്ങൾ മാറി നിന്ന് ഊമ്പ് കൊടുക്കണം. ഞങ്ങൾ അതിന്റെ പുറകെ പോകണോ? ഞങ്ങൾ എന്താ കോൺട്രാക്ട് പിടിച്ചേക്കാന്നോ? അതിന് മുമ്പണം. അപ്പൊ അത് സമൂഹത്തില് വേണ്ടുന്ന കാര്യങ്ങളല്ലേ? അത് നിങ്ങൾക്കൂടെ തോന്നണം. ഇതിന്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തി. ഇപ്പം ഹരിതകർമ്മസേനയ്ക്ക് 50 രൂപ വായ്ക്കരി ഇടുന്നത് 50 രൂപ കൊടുക്കാനില്ല എന്നുള്ളൊരു വലിയ സത്യമാണ്. നിങ്ങൾ വല്ലതും ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ പല കുടുംബങ്ങൾക്കും ഇത് 50 രൂപ കൊടുക്കാനില്ല. ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട്ടിൽ പ്രധാനമായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറാണ് അവർ കഴിക്കുന്നത്. പിന്നെ ഭാര്യയും അവർ രണ്ടുപേരും ഉള്ള വീട്ടിൽ. പിന്നെ ആ ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷനറി ആണ് സ്ഥിരം മേടിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു 10 കിലോ കർഷകർക്കുള്ള റേഷനറി ഉണ്ട്. 10 കിലോ എക്സ്ട്രാ കിട്ടും. അതെന്തോ പിന്നെ APL-കാർക്ക് പ്രത്യേകം ഉള്ളതാ. അത് ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു 10 കിലോ അരി. അത് പണ്ട് മുതലേ കിട്ടുന്ന. പിന്നെ കിട്ടുന്ന ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ മെമ്പേഴ്സിന്റെ എണ്ണം വെച്ച് കിട്ടുന്ന അരി. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രധാന ഭക്ഷണം. നിങ്ങൾ കരുതും ഞാൻ പട്ടാളക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര പെൻഷൻ കിട്ടുന്നതുകൊണ്ടോ അത് മുഴുവൻ കൊണ്ടുവരുന്ന ഈ കേരളത്തിലെ പിന്നെ ചെങ്ങന്നൂരിലെ ബേക്കറികളിലുള്ള കണ്ട പട്ടിതീട്ടങ്ങൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഞങ്ങൾ തിന്നുകയാണെന്ന്. അല്ല, അവര് പറയുന്നത് വാങ്ങാത്ത ചോദിക്കുന്നത്. അത് വാങ്ങാത്ത എന്താന്നോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ സർക്കാർ ഭരിക്കുന്നത് വായ്ക്കരി ഇടുന്ന ഞാൻ പറയുന്നത്. ഈ വായ്ക്കരി ഇടുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ അതായത് പഞ്ചായത്തുകളിലെ എത്ര പേര് കഞ്ഞി കുടിക്കാതെ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നുണ്ടെന്ന് ഉള്ള ലിസ്റ്റ് ഇവന്മാർ ആരും ഒന്നും എടുത്തിട്ടുണ്ടോ? ആരും എടുത്തിട്ടില്ല. എത്രയോ പേരുണ്ട് ദാരിദ്ര്യം. ഇപ്പം ഇവര് ഈ മുമ്പേ ഞാൻ പറഞ്ഞ അന്ത്യോദയ അന്ന യോജന 35 കിലോ അരി കൊടുക്കുന്നുണ്ട്. പോട്ടെ, 30 കിലോ ഒക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. 5 കിലോ ഓരോരുത്തർ വായ്ക്കരിയിട്ട് തിന്നുക. അതുപോട്ടെ, ഈ 35 കിലോ അരി കിട്ടുന്ന അവര് ഒരാളെ കാണുള്ളൂ ആ വീട്ടില്. അവരത് കൊടുത്ത് പിന്നെ കാശ് മേടിക്കുക, വിറ്റ് കാശ് മേടിക്കുക.
അതേസമയം സാധാരണ കുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് മക്കളൊക്കെ ഗൾഫിലൊക്കെ പോയി ചെറിയ ചെറിയ പണികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ അവർക്ക് പൈസ ഒന്നും അയച്ചു കൊടുക്കാൻ കാണത്തില്ല. കടം വീടാനും അതിനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ കൊടുക്കാനൊന്നും കാണത്തില്ല. പിന്നെ വീട്ടിലുള്ളവർക്ക് വല്ല പണിക്ക് പോകാൻ പറ്റുമോ? അവരുടെ ആ ഒരു മാന്യത കാരണം അവർക്ക് ജോലിക്ക് പോകാൻ വയ്യ, അല്ലെങ്കിൽ പ്രായം കാരണം അവർക്ക് ജോലിക്ക് പോകാൻ വയ്യ. അവരൊക്കെ ദാരിദ്ര്യത്തിലൂടെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ അതൊക്കെ തിരക്കി നോക്കും. ഓരോ വീടുകൾ കയറി തിരക്കണം, അന്നേരം അറിയാം. സർക്കാരല്ലേ തിരക്കേണ്ടത്? സർക്കാർ തിരക്കാത്തോണ്ടല്ലേ. സർക്കാരിന്റെ അല്ല ഞാൻ പറയുന്നത്, പഞ്ചായത്ത് മെമ്പർ മുതൽ എല്ലാ അവന്മാരും, പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാ അവന്മാരുടെ ഉത്തരവാദിത്വമാണ് ഇതൊക്കെ തിരക്കേണ്ടത്. ആ നാട്ടിൽ എത്ര പേര് പട്ടിണി കിടക്കുന്നത്, എത്ര പേര് ദാരിദ്ര്യത്തിലൂടെയാണ് പോകുന്നത്. ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചു. ഇന്നലെ ഒരു കൊച്ചിനെ സ്കൂളിൽ വെച്ച് പാമ്പ് കടിച്ച്. അതാ ദാരിദ്ര്യം പിടിച്ച സ്കൂളായതുകൊണ്ടാ, അല്ല ദാരിദ്ര്യവാസികളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായതുകൊണ്ടാ. അതേസമയം ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയന്റെ സ്കൂളായിരുന്നല്ലോ, വലിയന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളായിരുന്നല്ലോ. ഇന്നവിടെ എന്താ പറയുന്നത്, വണ്ടിയുടെ കാൽവായി വന്നല്ലോ. അത് വല്യമ്മമാരുടെ മക്കൾ പഠിക്കുന്നത് ഇവിടങ്ങല്ലോ, വിദേശത്തല്ലേ, നല്ല സുരക്ഷിതത്വം ഉള്ളതല്ലേ. ഇന്നലെ ഒരു അംഗൻവാടി കെട്ടിടം പഠിക്കുന്ന ഇങ്ങനൊക്കെ മതി. ഈ 3 ദിവസമായാലും ഒരു സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴും. അംഗൻവാടി അവിടെ എന്തായാലും ഭാഗ്യത്തിന് കുട്ടികൾ എത്തിച്ചേരും. അതാ കുഞ്ഞുങ്ങളുടെ തന്തമാർക്ക് യോഗമില്ല സർക്കാർ സർവീസിന്. അതുകൊണ്ടാ മറിഞ്ഞു വീണ് കുഞ്ഞുങ്ങൾ വല്ലതും ചത്തുപോയതായിരുന്നെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും സർക്കാർ ഉദ്യോഗം കൊടുത്താലും. കാര്യം അത് ഒരുമാതിരി വാക്കരിയിടലാണ്. ഇപ്പം വയനാട് വിഷയത്തിൽ ഒരു പെണ്ണിന് ജോലി കൊടുത്തിട്ടുണ്ട്. അവിടെ കുടുംബം, അവിടെ ഭർത്താവ് ആകേണ്ടിയിരുന്നവന്റെ കുടുംബം എല്ലാം കംപ്ലീറ്റ് പോയെന്നും പറഞ്ഞിട്ട് അതൊരു സിമ്പതി പിടിത്തമാണ്. അതെ, ഇല്ല ലോറി മറിഞ്ഞ് മരിച്ചവന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്ത പോലെ. മറ്റേ വെള്ളത്തിൽ പോയില്ലേ ശിരൂർ വിഷയം. അല്ല, അവന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ജയിച്ചിട്ട് വന്നതല്ലേ. അതല്ല, അതത്രയും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കൊണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ വായ്ക്കരി ഇട്ട് കൊടുക്കാൻ, ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ അവർക്ക് ഇത് ചെയ്ത് കൊടുത്തെന്ന്. എന്നാ പിന്നെ എത്രയോ ലോറി ഡ്രൈവർമാർ മരിച്ചിട്ടുണ്ട്, അവരുടെ എണ്ണ ഭാര്യമാർക്ക് കൊടുത്തുകൂടായിരുന്നു. അത് കൊടുക്കത്തില്ല. അതിന് മാധ്യമ ശ്രദ്ധയുണ്ടോ? അതുകൊണ്ടാണ്. മാധ്യമ ശ്രദ്ധയുണ്ടേ കൊടുക്കും. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഇരിപ്പില് അഫ്സൽ എന്നെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും തിരക്കത്തില്ല. അതേസമയം എനിക്ക് എന്റെ പിന്നിൽ മാധ്യമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ നാളെ മുതൽ പറയും, എന്തോ പറയുന്നേ, ആണ്ടെ മുസ്ലിം ഹിന്ദുവിന്റെ വീട്ടിൽ കയറി ഹിന്ദുവിനെ വെട്ടിക്കൊന്നു, അങ്ങനെ പറയും. അപ്പം മുസ്ലിമിന്റെ പക്ഷം പിടിക്കാൻ ആള് വരും, ഹിന്ദുവിന്റെ പക്ഷം പിടിക്കാൻ ആള് വരും. അപ്പൊ എന്റെ പിന്നിലും ആളാകത്തില്ലേ? ഇത് ഈ ഒരു പടം ഇല്ലാത്ത എന്റെ പറയൽ ആരാ വരുന്നേ? രക്തസാക്ഷിയാക്കും നിങ്ങളെ. എന്നെ രക്തസാക്ഷിയാക്കും ഉടനെ. അതിന് ഇവര് തമ്മിൽ മത്സരമായിരിക്കും, രാഷ്ട്രീയക്കാർ തമ്മിൽ. അപ്പൊ രാഷ്ട്രീയക്കാരും മതങ്ങളും എല്ലാം വരും, എല്ലാരും വരും. കഴിഞ്ഞ ദിവസം നമ്മളൊരു വിഷയം കണ്ടാ അറിയാം. ഈ ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ടോ? സാധാരണ ക്രിമിനലിസം മുഴുവൻ ചെയ്യുന്നത് ക്രിമിനൽസ് ആണ്. പക്ഷേ ഈ ക്രിമിനൽസിന് നല്ല മതമൈത്രിയാ. കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാരും ഉണ്ട്. വേണ്ട, ചെറുക്കന്മാര് കാറിനകത്ത് ഒരുത്തനെ വലിച്ചോണ്ട് പോയില്ലേ? അതിനകത്ത് ഭയങ്കര മതമൈത്രിയായിരുന്നു. അതെ, എല്ലാവരും ഉണ്ടല്ലോ. അല്ല, എല്ലാരും ഉള്ളതുകൊണ്ടൊരു ഗുണം എന്താ? അപ്പം ആരും ഈ മതമൗലികവാദികൾ ആരും മിണ്ടത്തില്ലല്ലോ. അവർക്ക് അതിനകത്തൊരു വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ ഞങ്ങളുടെ ഒരു ഓത്ത സമുദായമുണ്ട്, SNDP എന്ന് പറയും. ഞാൻ SNDP കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും വെള്ളാപ്പള്ളി പറയുമോ അവന് അഹങ്കാരം കൂടുതൽ, അവൻ പോയി ചാകട്ടെന്ന് പറയും. പിന്നെ എന്നെ അഫ്സൽ കയറി എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്റെ പിള്ളേർക്ക് പോയി, അല്ല എന്നാ. അതേസമയം അതിനൊക്കെ ഒരു മാധ്യമ ശ്രദ്ധ വരികയാണെങ്കിൽ ആരാടാ വീടിന്റെ പടിക്ക് കൊണ്ടിട്ട് വണ്ടി ഇട്ട് അർപ്പിക്കുന്നത്? ഇതിപ്പോ നിങ്ങൾ പറയുന്നതല്ലേ, ലോറി വണ്ടിയുടെ ഡ്രൈവർ ഒരാളെ ഇടിച്ചു വന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വം വരാത്തൊരു നരഹത്യ, അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ ഒന്നുമല്ല, അത് മനഃപൂർവ്വം നരഹത്യ തന്നെയാണ്, കൊലപാതകം തന്നെയാണ്. ഒരുത്തിനെ വണ്ടി ഇടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊലപാതകം തന്നെയാണത്, തീർച്ചയായിട്ടും. അതല്ലാതെ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, മനഃപൂർവ്വ നരഹത്യ, ഇതൊക്കെ ഇവന്മാര് വെച്ചേക്കുന്ന കുറെ എന്താ പറയുന്ന ആംഗലേയ ഭാഷകളാണ്, എക്സ്ക്യൂസുകളാണ് സാധാരണക്കാരന്റെ വായ്ക്കരിയുടെ. കാര്യം ഇവന്മാർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, ഇവന്മാരുടെ രാഷ്ട്രീയം അനുസരിച്ച് അല്ല കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അപ്പം വിനിയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഹരിതകർമ്മസേനയുടെ കൊള്ളരുതായ്മകൾ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂരെ പോലീസിന് ഭയങ്കര വിമിഷ്ടം. പോലീസ് പരാതി കൊടുത്തേക്കുന്ന ആ സ്ത്രീ കൊണ്ടുപോയി. എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഞങ്ങളെ കയറി പഠിപ്പിക്കാൻ വന്ന ആളെ വീഡിയോ എടുത്തതിന് പോലീസുകാരൻ ഇന്നലെ ചോദിച്ച ചോദ്യം, വീഡിയോ ചെയ്ത് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചോദിച്ച ചോദ്യവാ ആരുടെ പെർമിഷൻ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതിന് പെർമിഷൻ വേണം. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്ട് പിള്ളേർ പഠിക്കുന്ന പിള്ളേരാണ് അവര്. ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഹെൽമെറ്റിനകത്ത് കുറെ PPP വെച്ചുകൊണ്ട് അവരെ പോലീസ് പിടിച്ച് അകത്താക്കിയിട്ട് പോലീസ് അന്വേഷിക്കുന്നെന്ന്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനി റിസർച്ച് നടത്താനും പോലീസിന്റെ പെർമിഷൻ വേണോ? ഇലക്ട്രോണിക്സ് ഡിവൈസുകളാണ്. അതുകൊണ്ടെന്താ അവര് രാജ്യവിരുദ്ധ പ്രവർത്തനം ഒന്നും അല്ലല്ലോ പിള്ളേർ ചെയ്തത്.
പിന്നെ മാധ്യമങ്ങൾ പറയുന്ന മാതിരി എന്താ ഇൻഫോ പാർക്ക് ഏതാണ്ട് പിന്നെ എന്താ എന്തോ മേഖലയാന്നാ ഏതാണ്ട് ഒരു മേഖലയെ പറ്റി പറയുന്നു. അതീവ സുരക്ഷാ മേഖല. അവിടെ എന്തോ സുരക്ഷാ മേഖലയാ? അതെന്തോ രാജ്യത്തിന്റെ പിന്നെ എന്താ രക്ഷാപ്രവർത്തനത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്ന അവിടെയാണോ? എന്തോ സുരക്ഷ അവിടെ? അവിടെ ഒരു സുരക്ഷയില്ല.